വനിതാ മന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ CT രവിയെ ബലഗാവി കോടതിയിൽ ഹാജരാക്കി. കനത്ത സുരക്ഷയിലാണ് കോടതിയിൽ എത്തിച്ചത്. CT രവിയുടെ കേസ് പരിഗണിക്കുക ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയായിരിക്കും. രവിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുകയാണ് നിലവിൽ. KB ശ്രീധരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, കടുത്ത നിലപാടിലേക്ക് തന്നെയാണോ ഇപ്പോൾ പോകുന്നത്? BJP MLC കഴിഞ്ഞ ദിവസം വനിതാ മന്ത്രിയെ ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, അതിൽ FIR ഒക്കെ ഏത് രീതിയിലാണ് ഇട്ടിരിക്കുന്നത്? എന്താണ് ഇനിയുള്ള കോടതി നടപടികളിലേക്കൊക്കെ കടക്കുമ്പോഴുള്ള പ്രതീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ശ്രീധരൻ? പ്രജീഷ, ലൈംഗികാതിക്രമം അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ച് സംസാരിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് CT രവിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും ഇന്നലെ രാത്രി 7 മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നത്. രാത്രി തന്നെ FIR-ഉം രജിസ്റ്റർ ചെയ്തു. ഇതിനുശേഷം CT രവിയുടെ ഒരു പുതിയ ആരോപണം വന്നിട്ടുണ്ട്. ഇതിനുശേഷം ബലഗാവിക്ക് സമീപത്തുള്ള 3 ജില്ലകളിലായി രാത്രി മുഴുവൻ ഉറങ്ങാനോ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ അനുവദിക്കാതെ പോലീസ് വാഹനത്തിൽ കറക്കി എന്നുള്ള ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഏതാണ്ട് 500 കിലോമീറ്റർ ഇങ്ങനെ സഞ്ചരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ തലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. തലയ്ക്ക് അദ്ദേഹത്തിന് പൊട്ടലുമേറ്റിരുന്നു. മതിയായ ചികിത്സ നൽകുന്നത് വൈകിപ്പിച്ചു എന്നും കൂടി CT രവിയുടെ അഭിഭാഷകർ രാവിലെ ബലഗാവി കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ JFMC കോടതിയിൽ പറയുകയുണ്ടായി. ഏതായാലും ഇതിന് പിന്നാലെ ഇദ്ദേഹം MLC ആയതിനാൽ തന്നെ ഈ കേസ് പരിഗണിക്കേണ്ടത് ജനപ്രതികൾക്കായുള്ള പ്രത്യേക കോടതിയാണ്. ആ കോടതിയിലേക്ക് റഫർ ചെയ്തുകൊണ്ട് JFMC കോടതി വിടുകയായിരുന്നു. ഏതായാലും 3 മണിക്ക് ശേഷം ഈ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് CT രവിയെ ഇപ്പോൾ ബലഗാവിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് റോഡ് മാർഗം കൊണ്ടുവരുന്നത്. BJPയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ഈ ആരോപണം. പക്ഷേ BJP വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. BY വിജയേന്ദ്ര സംസ്ഥാന അധ്യക്ഷൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് R അശോകയൊക്കെ നേരിട്ട് ഈ പ്രതിഷേധത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും കോൺഗ്രസ് സർക്കാർ പോലീസ് ഉപയോഗിച്ചുകൊണ്ട് പകപോക്കുകയാണ് എന്നുള്ള ഒരു ആരോപണമാണ് BJP കേന്ദ്രങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ പോലും ഈ വിഷയത്തിൽ ഈ നിയമസഭാ കൗൺസിലിനകത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മാത്രമേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവൂ. ഏതായാലും നിയമസഭാ കൗൺസിൽ ചെയർമാൻ ബസവരാജ് ഹൊരട്ടി ഇത് സംബന്ധിച്ച് പരിശോധനകളൊക്കെ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്.